അപ്പോൾ എന്നത്തെയും പോലെ അമ്മ രാവിലെ മുറ്റൊക്കെ അടിച്ചൊരു ഇന്നലെ ഇട്ടുന്ന പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചാണകം തേച്ച് പൂവിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഇന്ന് സോനുവിന് സ്കൂളിൽ ഓണപരിപാടിയൊക്കെയാണ്. അപ്പോൾ ഓന് കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വേഗം നീച്ച് എന്താ പറയുക പൂക്കളൊക്കെ എനിക്ക് പൂവിടാളൊക്കെ കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ച് കൊടുന്ന് ഞാൻ വേഗം പൂവിട്ടു. അപ്പോൾ ഇന്ന് പൂവിടണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൂവിട്ട് ഓന് പൂവിടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂവൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ അടുത്ത വീട്ടിലൊക്കെ പൂണ്ട്. പിന്നെ അപ്പോൾ അടുത്ത കൂടി കുറച്ച് നന്ന പൂക്കൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സോനും കൂടി അതൊക്കെ ഒന്ന് പോയിട്ട് പൊട്ടിച്ചു വരണം കേട്ടോ. അപ്പോൾ അതാ സോനു ഒന്ന് സ്കൂളിലേക്ക് മുണ്ട് ഷർട്ട് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ ഞോൻ്റെ മുണ്ട് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടിട്ടെടുക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടെടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ എന്താ പറയുക മുണ്ട് എടുത്ത് കൊടുത്തിരുന്നു കേട്ടോ ഓണത്തിന്. കസവിൻ്റെ മുണ്ടും പിന്നെ ഇത് അതിൻ്റെ മുന്നുള്ളൊരു മുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസവിൻ്റെ മുണ്ട് എന്താ പറയുക ഇവിടെ ഒന്ന് വീട് പണിയൊക്കെ ആയ സമയത്ത് ആൽമറയൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് മഴ കൊണ്ടിട്ട് ആകെ അതിൻ്റെ തുരുമ്പ് മുണ്ടിൽ പിടിച്ചിട്ടേ ഒക്കെ നാശമായി പോയിട്ടോ. അപ്പോൾ ഇവിടെ 2 മുണ്ട് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ എഴുതി. പിന്നെ കറുപ്പ് ഷർട്ട് വേണമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കറുപ്പ് ഷർട്ട് ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകണത് പറഞ്ഞിട്ട്. അപ്പോൾ ഓനൊന്ന് കറുപ്പ് ഷർട്ട് മതി പറഞ്ഞു. അപ്പോൾ അതന്നെ ഇട്ടെടുക്കാതിട്ട് അതും പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ പറയാ നോക്കണേ? എത്ര മേലേക്ക് എടുക്കണം? ബെൽറ്റ് കെട്ടണോ? ബെൽറ്റ് കെട്ടിക്കൊന്നാ കിഴിഞ്ഞ് ചാടൂല. അപ്പോൾ ചാടൂടാ. കണ്ടോ ചാടുവേ. കുപ്പായത്തിൻ്റെ ഉള്ളിലേക്കാ. അപ്പോൾ സോന് സ്കൂളിലേക്ക് മട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പൗഡറും അതേപോലെ സ്പേനൊക്കെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടോ. ഒന്ന് മുടി ചെയ്യുന്നണം അത്ര മാത്രമേ ഉള്ളൂ നിർബന്ധം കേട്ടോ. പിന്നെ അപ്പോൾ ഞാനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചെയ്യും, അല്ലാതെ ഓൻ സ്വയം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ വാച്ച് നിർബന്ധം കേട്ടോ. അപ്പോൾ വാച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അനിയത്തിയും അതേപോലെ ഏട്ടൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുമ്പോൾ വാച്ച് കൊടുന്ന് കൊടുക്കും. അപ്പോൾ അത് കെട്ടു കേട്ടോ. അല്ലാതെ വേറെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും പൗഡർ ഇടുക സ്പ്രേ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ വിളിക്കൽ തുടങ്ങി കേട്ടോ. അതുപോലെ പുതിയ ഡ്രസ്സ് ഇടുക അങ്ങനത്തെ ഒന്നുമില്ല. വീട്ടിലെല്ലാം എന്താ ഡ്രസ്സ് വെച്ചാൽ അതിട്ട് പോകുന്നല്ലാതെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാട്ടോ. കാരണം അപ്പൂനും സോനുവിനും ഇതില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല പുതിയ തന്നെ വേണമെന്നുള്ളത്. ഇപ്പോൾ എല്ലാ കുട്ടികളും ചിലപ്പോൾ പുതിയതിട്ട് വരുന്നുണ്ടാവും. പക്ഷെ ഓനും അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ, പുതിയത് എടുത്ത് തരുമൊന്നും ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ഇട്ട് പോവുക ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ മക്കളും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. സ്കൂളിൽ അത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളതും കിട്ടില്ല. ഇതാണ് അയ്മല്ല മറ്റേമ ആ ഇജ് വിളിക്കാൻ പറഞ്ഞ കാരണം ഇതാണ്. അവർ പോവേ പറഞ്ഞാൽ അവർ മറ്റേ കുട്ടിയുടെ കൂടെ വരുന്നുണ്ട് പറഞ്ഞു. ലച്ചുവിൻ്റെ കൂടെ ഓല് പോയിക്കോട്ടെ സോനു. അപ്പൂനെ പറഞ്ഞല്ലോ സ്കൂൾ ബസ്സിന് മറ്റേ ബസ്സിന് തന്നെ പോണത്. എന്ന് പോയാലോ അച്ഛമ്മ ഇപ്പൊ അമ്മമ്മ പറഞ്ഞാക്കിണ്ടോ? കണ്ടോ സോനിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇല മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിന് ഇല കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിലേക്ക്. പിന്നെ കുറേ പൂവൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ കുറച്ച് പൂവ കിട്ടിയുള്ളൂ, അധികം പൂവൊന്നും കിട്ടില്ല. ബാക്കി ഞാൻ പൊട്ടിച്ചെന്ന പൂ എടുത്ത് ചേരുന്നു. അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ള പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ കരുതിയിട്ടോ. അപ്പോൾ അത് ആ സോന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക ഓൻ പോണ അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓന് അവരുടെ അടുത്ത വീടത്തെ ഏട്ടൻ്റെ കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ തന്നെ പോകാൻ കരുതിയിട്ടോ. അപ്പോൾ എന്താ പറയുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് നോക്കട്ടെ, എന്തിരിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കട്ടെ.